എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഫ്ലേവേഴ്സ് ഓഫ് ശ്രുതിസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത്തവണത്തെ നവരാത്രിക്ക് നമ്മൾ നവരാത്രി സീരീസായി ചെയ്തത് പലതരം പയറുവർഗ്ഗങ്ങൾ കൊണ്ടുള്ള സുണ്ടൽ റെസിപ്പീസാണ്. ഓരോരോ ദിവസം ഓരോരോ സുണ്ടൽ റെസിപ്പി ആയിട്ട് നമ്മൾ കണ്ടു. നവരാത്രിയുടെ ആദ്യത്തെ ദിവസം നമ്മൾ ചന സുണ്ടൽ കണ്ടു, രണ്ടാമത്തെ ദിവസം കടല സുണ്ടൽ, മൂന്നാമത്തെ ദിവസം കടലപ്പരിപ്പ് കൊണ്ടുള്ള സുണ്ടൽ, നാലാമത്തെ ദിവസം പയർ സുണ്ടൽ, അഞ്ചാമത്തെ ദിവസം രാജ്മ സുണ്ടൽ, ആറാമത്തെ ദിവസം ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള സുണ്ടൽ, ഏഴാമത്തെ ദിവസം ചെറുപയർ കൊണ്ടുള്ള സ്പൈസി സുണ്ടൽ, എട്ടാമത്തെ ദിവസം ചെറുപയർ കൊണ്ടുള്ള സ്വീറ്റ് സുണ്ടൽ, ഒമ്പതാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മിക്സഡ് ദാൽ സ്വീറ്റ് സുണ്ടലാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കിട്ടോ. മിക്സഡ് ദാൽ സ്വീറ്റ് സുണ്ടൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെറുപയർ, കടലപ്പരിപ്പ്, പയർ ഇത് മൂന്നും 1/4 കപ്പ് വീതം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് മൂന്നും ഒരു പാനിലേക്ക് ഇട്ട് അതൊക്കെ ഒന്ന് ചൂടായി കിട്ടുന്നവരെ ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമ്മൾ ഇന്നലെ ചെയ്ത പോലെ കുതിർത്തതിന് ശേഷം വേവിച്ചെടുത്തിട്ട് സുണ്ടൽസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വെന്തുടയാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ഡ്രൈ ഫ്രൈ ചെയ്തിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി ഈ ഡ്രൈ ഫ്രൈ ചെയ്തത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 കപ്പോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇനി കുക്കർ ക്ലോസ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് 2-3 വിസിൽ വരുന്നവരെ നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ആയതിനു ശേഷം ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ അരിച്ചെടുത്ത് മാറ്റാം. പയർ മാത്രമായിട്ട് എടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ഒരു ശർക്കര പാനി തയ്യാറാക്കണം. അതിനായിട്ട് 1/4 കപ്പ് ശർക്കര, അങ്ങനെ ചീകിയെടുത്ത ശർക്കര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ശർക്കര മുഴുവൻ അലിഞ്ഞ് ഒരു പാനി ഇട്ട് വരണം. എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള സ്റ്റെപ്പിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ അഴുക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ദാൾസ്, മിക്സഡ് ദാൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. പിന്നെ 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് 2 ടേബിൾ സ്പൂണോളം നാളികേരം ചെരിയതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് മുഴുവൻ അതിൽ അബ്സോർബായിട്ട് വരുന്ന വരെ കുക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്വിച്ച് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ പയർ വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉടഞ്ഞു പോകാനും പാടില്ല, എന്നാൽ നന്നായിട്ട് വേവും വേണം, അല്ലെങ്കിൽ കല്ല് പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ മിക്സഡ് ദാൽ സ്വീറ്റ്സ് ഉണ്ടല്ലോ, ഇതാ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കഴിഞ്ഞ 10 ദിവസമായിട്ട് നമ്മൾ ചെയ്തു വന്നിരുന്ന നവരാത്രി സീരീസും ഇന്നത്തോടെ അവസാനിപ്പിക്കുകയാണ്. സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയും അതുപോലെ വിജയദശമി ആശംസകളും നേർന്നുകൊള്ളുന്നു. ഇനി വീണ്ടും പുതിയ എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ബായ് പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രുതി മകേഷ്.